മാർക്കറ്റിൽ ഒരുപാട് കാലങ്ങളായി നിലനിന്നിരുന്ന വിജ്ഞാനത്തിന് വേണ്ടി എല്ലാവരും ആശ്രയിച്ചിരുന്ന ഒരുപാട് വോള്യങ്ങളുള്ള ഒരു പബ്ലിക്കേഷൻ ആയിരുന്നു എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക. നിലവിൽ ഇത് പബ്ലിഷ് ചെയ്യുന്നില്ലെന്ന് എത്ര പേർക്കറിയാം? ഈ എൻസൈക്ലോപീഡിയ അട്ടിമറിച്ചുകൊണ്ടാണ് 2001 വിക്കിപീഡിയ നിലവിൽ വരുന്നത്. പറഞ്ഞു വരുന്നത് മാർക്കറ്റ് ഡിസ്റപ്റ്റേഴ്സിനെ കുറിച്ചാണ്. വിക്കിപീഡിയ ഒരു മാർക്കറ്റ് ഡിസ്റപ്റ്റർ ആണ്. വിക്കിപീഡിയ വരുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു ബുക്കിന്റെ പേജിൽ നമ്മൾ തിരയണമായിരുന്നു. എന്നാൽ വിക്കിപീഡിയ വന്നതോടെ ഒരു ക്ലിക്കിൽ നമുക്ക് എല്ലാ ഇൻഫർമേഷനും അവൈലബിൾ ആണ്. അതുവരെ നിന്നിരുന്ന ഒരു മാർക്കറ്റ് വ്യവസ്ഥയെ മാറ്റിമറിച്ച് പുതിയതായ ഒരെണ്ണത്തിനെ അവതരിപ്പിക്കുകയാണ് മാർക്കറ്റ് ഡിസ്റപ്റ്റേഴ്സ് ചെയ്യുന്നത്. അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കോമ്പറ്റീറ്റേഴ്സിന്റെ സ്ട്രാറ്റജി അല്ല, കൺസ്യൂമേഴ്സിന്റെ ആവശ്യത്തെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കമ്പനികൾ അവരുടെ പ്രൊഡക്ട്സിനെ തന്നെ പുതിയ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് മാർക്കറ്റിൽ പുതുമ കൊണ്ടുവരാറുണ്ട്. ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് ആണ് മാർക്കറ്റ് ഡിസ്റപ്റ്റേഴ്സിന് പ്രധാനമായും കാരണമാകുന്നത്.